അപ്പോൾ ഹേ ഗൈസ് എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് ഗെയിമിംഗ്. സ്മൂത്തുണി ഞാൻ ആദ്യമേ പറയാറ് ഗൈസ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലേക്ക് ഇനേബിളും ചെയ്യുക ഗൈസ്. കാര്യം ഇതിനേക്കാളും നല്ല നല്ല കണ്ടന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട മുത്തുണി. അങ്ങനെ ഉണ്ടാ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ആക്കുക ഗൈസ്. അതല്ലാതെ ഗൈസ് ഞാൻ പറയാൻ വന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്, അതല്ലാതെ തന്നെ ഗൈസ് OB49 അപ്ഡേഷൻ ഉടനെ തന്നെ കാണും ഗൈസ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾ കണ്ടു കാണും ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ OB49 ബന്ധപ്പെട്ട് കുറേ ഇവൻറ്റ്സ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ പറയാനില്ല ഗൈസ്, എന്നാലും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഫെമാസിൻ്റെ സ്കിന്ന് ഗൈസ്, നമുക്ക് ഫെമാസിൻ്റെ സ്കിന്ന് അല്ലാതെ തന്നെ നമ്മുടെ മാക്ക് 10ൻ്റെ സ്കിന്ന് നമുക്ക് വരുന്നുണ്ട് ഗൈസ്. ഇത് ഈ വരുന്ന മെയ് ഗൈസ്, അടുത്ത മാസം, ഇത് ഏപ്രിൽ മാസം, അടുത്ത മാസം മെയ് 6 എന്നാണ് ഞാൻ കേട്ട എൻ്റെ ഒരു ഇൻഫർമേഷൻ. അതാണ് ഗൈസ്, മെയ് 6 ഈ ഒരു ഇവന്റ് വരും എന്നതാണ് ഗൈസ് ഞാൻ അറിഞ്ഞത്. ആർട്ടിക് ബ്ലൂ വന്നിട്ട് ഗൈസ്, അത് നമുക്ക് ഇത് എപ്പോൾ വരുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആർട്ടിക് ബ്ലൂ വന്നിട്ട് നമുക്ക് അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് ഇല്ല, ഒന്നില്ലേ, അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നില്ലേ ദീപാവലി ടൈം, ഇല്ലെങ്കിൽ ആനിവേഴ്സറി ടൈമിലായിരിക്കും ഗൈസ്. ഇതായിരിക്കും മിക്കവാറും നമുക്ക് വരാനുള്ള ചാൻസ്. ഈ ആർട്ടിക് ബ്ലൂ മാത്രമല്ല ഗൈസ്, അതിൻ്റെ ഒപ്പം നമുക്ക് സാമുറായ് ബണ്ടിലും തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം നമുക്ക് എന്തായാലും കാണാൻ പറ്റും ഗൈസ്. സാമുറായ് ബണ്ടിലും ആർട്ടിക് ബ്ലൂ ബണ്ടിലും, ഈ രണ്ട് ബണ്ടിലും ആയിരിക്കും നമുക്ക് ഒരുമിച്ച് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് തന്നെ പൊതുവെ അറിയായിരിക്കും ഗൈസ്. അപ്പോൾ ഈ OB49 അപ്ഡേറ്റ് ആയാലും ആനിവേഴ്സറി ആയാലും ഇല്ലാതെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലായാലും നമുക്ക് നല്ല ഇവൻറ്റും കാര്യങ്ങളും ഫ്രീ ഫയർ കൊണ്ട് തരും. അതുപോലെ തന്നെ നമ്മളെ കീറുകയും ചെയ്യും ഗൈസ്. നമ്മളെ പൈസയാണല്ലോ പോകുന്നത്, അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്നാലും ഉള്ളതല്ലോ പറഞ്ഞല്ല, എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പൈസ കൊടുക്കാൻ എടുക്കാൻ ഗൈസ്, ഇല്ലാത്തവർക്ക് വേണ്ട, അത്രേ ഉള്ളൂ. വേണ്ടെങ്കിൽ വേണ്ട. അതുപോലെ തന്നെ ഞാൻ സാമുറായ് ബണ്ടിലോ ആർട്ടിക് ബ്ലൂ ഞാൻ നോക്കുന്നില്ല ഗൈസ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ആ സമയത്ത് മൈൻഡ് നല്ലതാണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ തോന്നിയാൽ എടുക്കും, ഇല്ലേ എടുക്കില്ല. അങ്ങനെയാണ് ഗൈസ്. അല്ല തന്നെ നമുക്ക് ഫ്രീ ഫയറിൽ വേറെ ഗൈസ്, നമുക്ക് 2 ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ്. അതെൻ്റെ ഉണ്ട്, പക്ഷെ ഞാനത് കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്കൊരു ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും, ഇത് രണ്ടും നമുക്ക് 2 നോർമൽ ബണ്ടിലാണ്, വലിയ ഗത്ത് ബണ്ടിലൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ഓക്കെയാണ് ഗൈസ്. നമുക്ക് 2 ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ മിക്കവാറും നെക്സ്റ്റ് മന്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഏഞ്ചലിക് ഗൈസ്, ഏഞ്ചലിക്ക് ഇനി എപ്പോഴെങ്കിലും തിരിച്ച് വരുമോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഏഞ്ചലിക്കിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ ഏഞ്ചലിക്കിലൊരു ഇമോട്ട് വരെ അവർ ഇറക്കിയതാണ് ഗൈസ്. അപ്പോൾ അത് ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല, അത് ഉടനെ കാണും ഗൈസ്. ഏഞ്ചലിക്കിൻ്റെ കൺഫേം ഡേറ്റൊന്നും കാര്യങ്ങളൊന്നും നമ്മളെ ഇല്ല ഗൈസ്, നമുക്ക് ഇതുവരെ അതിൻ്റെ ഒന്നും കിട്ടിയില്ല. അത് വന്നിട്ട് പറയാം ഗൈസ്. ഓക്കെ, അല്ലാതെ ഗൈസ് നമ്മുടെ സംഭവം വെച്ചാൽ നമുക്ക് അല്ലാതെ P90 EVO P90 വരുന്നുണ്ട് ഗൈസ്. EVO P90യുടെ ലുക്കും ഇതൊക്കെ ആയിരിക്കും ഗൈസ്. അതിൻ്റെ ലെവൽ 1 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, 4 പിന്നെ 7 ഗൈസ്. അതെന്തായാലും ഇങ്ങനെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് P90 എടുക്കാൻ താല്പര്യമുള്ളവരായാലും നമുക്ക് നോക്കാം ഗൈസ്. EVO P90 ആണ് അത്യാവശ്യം കൊള്ളാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഗൈസ്. പൊതുവേ പറയണ ഒരു ഇതായിട്ട് അതിൻ്റെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നമ്മളെ ഫ്രീ ഫയറിൽ ഉടനെ മിക്കവാറും നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ആയിരിക്കും ഗൈസ്. നെക്സ്റ്റ് മന്ത് ലാസ്റ്റായിട്ട് തന്നെ നമുക്ക് P90 കാണാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിനേക്കാളും നല്ല കണ്ടന്റ് കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, ബൈ.